ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് സെല്ലാർ ഡോർ എന്ന് പറയുന്ന മൂവിയാണ്. പുതിയൊരു വീട്ടിലേക്ക് താമസം മാറി വരുന്ന ദമ്പതികൾ. എന്നാൽ അവരോട് അവിടുത്തെ ഓണർ പറയുന്നുണ്ട് അവിടുത്തെ ബേസ്മെന്റ് ഡോർ മാത്രം തുറക്കാൻ പാടില്ല എന്ന്. അതിനുള്ളിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടായിരുന്നു. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സേറ ജോൺ ദമ്പതിമാരെയാണ്. സേറ ഗർഭിണിയായിരുന്നു. തങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് അവർ. ജോൺ എപ്പോഴും ജോലി തിരക്കിലായിരുന്നു. അവന്റെ ഓഫീസിലുള്ള എലേസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് അവന്റെ ചെറിയൊരു അഫയർ ഉണ്ട്. എന്നാൽ സേറ പ്രഗ്നന്റ് ആയ ശേഷം അവൻ ആ അഫയർ എല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടിയാകട്ടെ ഏതൊരു പ്രോജക്ടിന്റെ കാര്യം പറഞ്ഞിട്ട് അവനെ എവിടെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ സമയത്ത് സേറയ്ക്ക് തന്റെ വയറ്റില് വല്ലാതെ വേദന വരികയും അവൾ ജോണിനെ കോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എത്രയൊക്കെ വിളിച്ചിട്ടും അവൻ ഫോൺ എടുക്കുന്നില്ല. അവൻ ജോലി തിരക്കിൽ തന്നെയായിരുന്നു. സേറയുടെ മിസ് കോളും മെസ്സേജും എല്ലാം കണ്ടിട്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും ആ ദുഃഖ വാർത്തയാണ് കേൾക്കുന്നത്. അവർക്ക് അവരുടെ കുഞ്ഞിനെ നഷ്ടമായിരിക്കുന്നു. അതിനുശേഷം സേറ വളരെയധികം ഡിപ്രഷനിലായിരുന്നു. സേറയുടെ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് തൽക്കാലം ഈ വീട് മാറി മറ്റെവിടെയെങ്കിലും താമസമാക്കാമെന്ന് അവർ വിചാരിക്കുകയാണ്. എന്നാൽ ഒരു മാസത്തോളം അവർ വീടുകൾ അന്വേഷിച്ചെങ്കിലും അവർക്ക് പറ്റിയ വീടൊന്നും തന്നെ കിട്ടിയില്ല. അവസാനം ബ്രോക്കർ ലേഡി ആകട്ടെ അവരോട് പറയുന്നുണ്ട് കുറച്ച് ദൂരെ മാറി അധികം ആൾതാമസമില്ലാത്തടത്ത് ഒരു വീടുണ്ട്, എമിറ്റ് എന്ന് പറയുന്ന ഒരാളുടേതാണ്. അങ്ങനെ വിജനമായ പ്രദേശത്തുള്ള ആ വീട്ടിലേക്ക് അവർ ചെല്ലുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രേത ബംഗ്ലാവ് പോലെയൊക്കെയുണ്ട്. എന്നാൽ ഉള്ളിൽ കയറിയതും ശരിക്കും ഞെട്ടിപ്പോയി. അത്ര മനോഹരമായ ഒരു മാൻഷനായിരുന്നു അത്. ആ വീടിനെ പറ്റി എമിറ്റ് പറയാൻ തുടങ്ങി. 25 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിന്റെ പണിയെല്ലാം പൂർത്തിയാക്കിയത്. ഇപ്പോൾ റെനോവേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇന്ന് ഫൗണ്ടേഷൻ പണിയുന്നതിനിടയിൽ ഇവിടെ നിന്നും ഒരുപാട് പുരാതന വസ്തുക്കൾ കിട്ടിയിരുന്നു. അതെല്ലാം തന്നെ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ആന്റിക് പീസസ് തന്നെയാണ്. എന്റെ വൈഫ് പോയ ശേഷം ഞാനിവിടെ ഒറ്റയ്ക്കാണ്. എനിക്കിവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഇത് വിൽക്കാമെന്ന് തീരുമാനിച്ചത്. നിങ്ങൾ എന്തായാലും 2 ദിവസം ഇവിടെ താമസിച്ചു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഇത് വാങ്ങണം. അങ്ങനെ എമിറ്റിന്റെ നിർബന്ധപ്രകാരം അന്ന് രാത്രി അവരവിടെ തങ്ങാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ എമിറ്റിനെ കാണാനില്ലായിരുന്നു. പകരം ഒരു കത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് പറ്റിയ വീട് തന്നെയാണിത്. ഞാൻ സന്തോഷപൂർവ്വം ഈ വീട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നിട്ട് പോവുകയാണ്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ആ ബേസ്മെന്റിലെ ഡോർ മാത്രം തുറക്കാൻ പാടില്ല. ആ നിബന്ധന പാലിക്കുകയാണെങ്കിൽ ഈ വീട് നിങ്ങളുടെ സ്വന്തമായിരിക്കും. മറിച്ച് നിങ്ങൾ ആ ഡോർ തുറക്കുകയാണെങ്കിൽ ഈ വീട് വീണ്ടും എന്റെ സ്വന്തമായി മാറും. ഇതെല്ലാം വായിച്ച് അവർ രണ്ടുപേരും ഞെട്ടി നിൽക്കുകയാണ്. ഒരാളെന്തിനാണ് ഇത്രയും വലിയ വീട് വെറുതെ തന്നിട്ട് പോകുന്നത്? എന്നാൽ സേറയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം തങ്ങൾക്ക് ഒരു ചെലവുമില്ലാതെ ഒരു അടിപൊളി മാൻഷൻ കിട്ടിയിരിക്കുന്നു. ജോണിന്റെ മനസ്സിൽ നിറയെ ഡൗട്ടുകളായിരുന്നു. ആ ബേസ്മെന്റ് ഡോർ തുറക്കണ്ടെന്നല്ലേ പറഞ്ഞത്? നമുക്കത് തുറന്നിട്ടും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തൽക്കാലം അയാൾ തന്ന ഓഫർ സ്വീകരിച്ച് നമുക്കിവിടെ താമസിക്കാം. ആദ്യമൊക്കെ ജോൺ എതിർത്തെങ്കിലും അവസാനം സേറയുടെ നിർബന്ധം കാരണം അവൻ സമ്മതിക്കുന്നു. അങ്ങനെ അവർ ആ പേപ്പറിൽ സൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തങ്ങളുടെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്ത് അവർ അവിടെ താമസം ആരംഭിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞ് കൂട്ടുകാരെല്ലാം വിളിച്ച് ഒരു പാർട്ടിയും കൊടുത്തു. എന്നാൽ ആ കൂട്ടത്തിൽ വിളിക്കാതെ തന്നെ അലൈസിയും വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജാസ്മിൻ ഫ്ലവർ ആയിരുന്നു അവൾ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നത്. നീ എന്തിനാ എവിടേക്ക് വന്നെന്ന് ചോദിച്ചിട്ട് ജോൺ അവളോട് വഴക്കിടുന്നു. നമുക്കിടയിൽ എല്ലാം അവസാനിച്ചതാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പിന്നീട് ഒരു തവണ കൂടി നമ്മൾക്കിടയിൽ അങ്ങനെ സംഭവിച്ചു. അതറിയാതെ പറ്റിപ്പോയതാ. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. നിന്റെ വൈഫിന്റെ അബോഷനെ പറ്റി എല്ലാം തന്നെ ഞാൻ അറിഞ്ഞു. നീ ഓക്കെ ആണല്ലോ എന്ന് അവൾ ചോദിക്കുന്നു. ഞാനിപ്പോ ഓക്കെ ആണെന്നും നീ ഇവിടുന്ന് പോകാനുമാണ് അവൻ പറയുന്നത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്തൊരു ബഹളം കേട്ടിട്ട് അവൻ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരാളാകട്ടെ കയ്യിൽ കുറച്ച് പെട്രോളുമായിട്ട് വീടിന്റെ പുറത്ത് നിൽപ്പായിരുന്നു. ഈ വീട് ഞാൻ കത്തിക്കുമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ച് ജോൺ അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇവിടെ നിന്നും പോകുന്നതാ നല്ലത്. ഇവിടെ താമസമായി കുറച്ചുനാൾ നിൽക്കുന്നതിന് മുൻപ് തന്നെ ഈ വീട് കത്തിച്ചു കളയണം. അയാൾ അങ്ങനെ പറയുന്നതൊക്കെ കേട്ട് ജോണിന് എന്തൊക്കെയോ പന്തികേട് തോന്നി. പിറ്റേന്ന് രാവിലെ പുറത്തേക്കിറങ്ങിയ സേറയോട് അയൽക്കാരിയും പറയുന്നുണ്ട് നിങ്ങളെങ്കിലും കുറച്ചുനാൾ ഇവിടെ നിന്നാ മതിയെന്ന്. ഇവരൊക്കെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് സേറയ്ക്കും ഒരു ഡൗട്ട് തോന്നാൻ തുടങ്ങി. അന്ന് ഓഫീസിലെത്തിയ ജോണിനെ കാത്തിരുന്നത് വലിയൊരു ഞെട്ടിക്കുന്ന ന്യൂസ് ആയിരുന്നു. അവനോടുള്ള ദേഷ്യം കാരണം അലേസിയാകട്ടെ അവനെതിരെ സെക്ഷൽ ഹറാസ്മെന്റിന് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നു. അത് കാരണം കമ്പനി താൽക്കാലികമായിട്ട് അവനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് മാത്രമേ അവനെ ജോലിയിലേക്ക് തിരിച്ചെടുക്കണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കൂ. എന്നാൽ ഈ കാര്യങ്ങളൊന്നും തന്നെ അവൻ സേറയോട് പറയുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അലീസിയെ പറ്റിയുള്ള കാര്യങ്ങളും പറയേണ്ടി വരും. സേറയാകട്ടെ കോളേജിലെ പ്രൊഫസർ ആയതുകൊണ്ട് തന്നെ അവൾ ഇന്ന് രാവിലെ ജോലിക്ക് പോകും. അതുകൊണ്ട് ജോൺ ജോലിക്ക് പോകുന്നോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അവൾക്കറിയില്ല. തൽക്കാലം ജോൺ വീട്ടിൽ തന്നെ തുടരുകയാണ്. വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ അവൻ ജോഗിങ്ങിന് പോകും. അതിനോടൊപ്പം തന്നെ ആ കേസ് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ബോറടിച്ചിരുന്നിരുന്ന് അവന് തോന്നുന്നുണ്ട് ആ ബേസ്മെന്റ് ഒന്ന് തുറന്നു നോക്കിയാലോ എന്ന്. ആ പൂട്ട് തുറക്കരുതെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത്. ഡോറിന്റെ അടിയിൽ ഇളക്കിയിട്ട് അതിനുള്ളിലൂടെ അകത്ത് കിടക്കാൻ പറ്റുമോ എന്നൊക്കെ അവൻ നോക്കുന്നുണ്ട്. എന്നാൽ എല്ലാ ശ്രമവും വിഫലമായി. അവസാനം ഈ വീടിന്റെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വേറെന്തെങ്കിലും വഴിയുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വീടിന്റെ പ്ലാൻ എടുക്കാൻ അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ ബിൽഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് ആ പ്ലാൻ വാങ്ങിക്കാൻ നേരത്ത് അയാൾ പറയുന്നുണ്ട് ഇതിനു മുൻപ് താമസിച്ചിരുന്ന ആളും ഈ പ്ലാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അയാൾ അത് വാങ്ങാൻ വന്നില്ല. എമറ്റ് ആണെന്ന് ചോദിക്കുമ്പോൾ എമറ്റ് അല്ല, അത് കഴിഞ്ഞിട്ടും കുറച്ചധികം ആൾക്കാർ അവിടെ താമസിക്കാൻ വന്നു എന്നാണ് അയാൾ പറയുന്നത്. എന്നിട്ട് അയാൾ എമറ്റിനെ പറ്റി സംസാരിക്കുന്നു. എമറ്റിന്റെ വൈഫും കുട്ടിയും ഒരു ദിവസം ആരോടും പറയാതെ ഇവിടെ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായതാണ്. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ഇതെല്ലാം കേട്ട് ജോണിന്റെ മനസ്സിൽ ഒരുപാട് ഡൗട്ടുകൾ വരാൻ തുടങ്ങി. ആ പ്ലാൻ നന്നായിട്ട് നോക്കി ജോണിന് മനസ്സിലായി ആ ബേസ്മെന്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് വീടിനുള്ളിലൂടെ ഒരു വഴിയുണ്ടെന്ന്. അങ്ങനെ ജോൺ ആ ഡോർ ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് കടന്നു. അതിന്റെ അടിയിലെ കുറച്ച് പലകകൾ മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബേസ്മെന്റിലേക്ക് എത്താൻ പറ്റും. അവൻ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സേറ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അവൾ ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടതും അവൻ പെട്ടെന്ന് ആ ഡോറെല്ലാം ക്ലോസ് ചെയ്തിട്ട് പുറത്ത്
പുറത്തു വന്നു നിൽക്കുന്നു. അന്ന് രാത്രി ജോൺ അയച്ച മെസ്സേജിന് പകരമായിട്ട് എലൈസയാകട്ടെ അവനെ തിരിച്ചു വിളിക്കുന്നു. ജോൺ അവളോട് പറയുന്നുണ്ട് നമുക്കിത് നേരിട്ട് കണ്ട് സംസാരിച്ച് തീർക്കണമെന്ന്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് അവർ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് കാണുന്നു. എലൈസ അവനെ വിട്ടിട്ട് പോകാൻ തയ്യാറല്ലായിരുന്നു. നമ്മൾ ഒരുമിച്ച് കണ്ട ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഞാൻ നിന്നെയും നീ എന്നെയും പ്രണയിക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചൊരു വീട്ടില് നമ്മുടെ കുട്ടികളുമായിട്ട് താമസിക്കുന്നതല്ല എന്തോ ഒരു സ്വപ്നം കണ്ടതാ. നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ? നീ നിന്റെ വൈഫുമായിട്ട് ഒട്ടും ഹാപ്പി അല്ല എന്നൊക്കെയല്ലേ എന്നോടൊന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ജോൺ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും തന്നെയില്ല. ഞാൻ എന്റെ വൈഫിന്റെ കൂടെ ഹാപ്പിയാണ്. ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്കിനി ഒരിക്കലും അവളെ വിട്ടിട്ട് പോകാനും പറ്റില്ല. അതുകൊണ്ട് നീ എന്റെ മേൽ ചുമത്തിയ അലിഗേഷൻ പിൻവലിക്കണം. എനിക്ക് ജോലിക്ക് തിരിച്ചു കയറിയെങ്കിലേ പറ്റൂ. എന്നാൽ എല്ലാം കേട്ട് കഴിഞ്ഞ് അലൈസ വീണ്ടും ദേഷ്യത്തിലായി. ഞാൻ നിന്റെ വൈഫിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എന്നിട്ട് അവിടെ നിന്ന് കാറും എടുത്ത് പോവുകയും ചെയ്തു. അന്ന് വീട്ടിലെത്തിയ ശേഷം അവനാകട്ടെ ജോഗിങ്ങിന് പോയിരുന്നു. സേറ എന്തോ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് വല്ലാതെ വോമിറ്റ് ചെയ്യാൻ തോന്നി. അവൾ കുറെ വോമിറ്റ് ചെയ്ത ശേഷം മനസ്സിലൊരു ഡൗട്ട് തോന്നിയിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. പോസിറ്റീവ് ആയിരുന്നു. ഒരുപാട് ഹാപ്പിയായി അവൾ അങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ആ പ്രഗ്നൻസി കിറ്റ് താഴേക്ക് വീണു. അതെടുക്കാൻ കുഞ്ഞപ്പോഴാണ് അവൾക്ക് അവിടെ നിന്നും ആ ഒരു വീടിന്റെ പ്ലാൻ കിട്ടുന്നത്. ആ ബേസ്മെന്റിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജോൺ സംഘടിപ്പിച്ചതാകുമെന്ന് അവൾക്ക് മനസ്സിലായി. അവളും ജോൺ തുറന്ന അതേ വഴി തന്നെ തുറക്കുകയാണ്. അവൾ ഉള്ളിലേക്ക് കടന്ന് പരിശോധിക്കുകയായിരുന്നു. ആ സമയത്ത് പുറത്താകട്ടെ അവളോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ അലൈസ വന്നിട്ടുണ്ടായിരുന്നു. ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറിയപ്പോൾ സാറയെ കാണുന്നില്ല. അവൾ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോയി. അവിടെ ഇരുന്ന സാറയുടെ പ്രഗ്നൻസി കിറ്റും കൂടെ കണ്ടതോടെ അവളുടെ ദേഷ്യം കൂടി. കുറച്ചു കഴിഞ്ഞൊരു സൗണ്ട് കേട്ടാണ് സാറ പുറത്തേക്ക് വരുന്നത്. ആ ഡോർ ഓപ്പൺ ആവുകയും അടയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാറ്റടിച്ചിട്ട്. അവൾ എന്തായാലും വന്ന് ഡോർ ക്ലോസ് ചെയ്യുന്നു. ആ സമയത്ത് ജോഗിങ്ങും കഴിഞ്ഞ് കാർ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന ജോൺ കാണുന്നതാകട്ടെ എലൈസയുടെ കാറ് തന്റെ വീടിന്റെ അടുത്ത് നിന്നും വേറെ എങ്ങോട്ടോ പോകുന്നതായിട്ടാണ്. അവൻ എലൈസയുടെ കാറിനെ കുറെ പിന്തുടർന്നു. അവൾ സാറയുടെ സത്യങ്ങൾ തുറന്നു പറഞ്ഞോ ഇല്ലയോ എന്ന് അവൻ അറിയണമായിരുന്നു. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അവന്റെ കൺമുന്നിൽ നിന്നും ആ കാറ് കാണാതെയായി. കുറെ നേരം അന്വേഷിച്ചെങ്കിലും അവന് കാറ് കണ്ടെത്താൻ കഴിയാത്ത കാരണം തിരിച്ച് വീട്ടിലേക്ക് എത്തി. സമയം ഒരുപാട് വൈകിയിരുന്നു. ഇത്രയും നേരം എവിടെ പോയി കിടക്കുകയായിരുന്നു എന്ന് സാറ് ചോദിക്കുന്നു. ജോഗിങ്ങിന് പോയിരുന്നെന്ന് പറയുമ്പോൾ 4 മണിക്കൂറായിട്ടാണ് നീ ജോഗിങ്ങിന് പോയിരിക്കുന്നത്. അവളിങ്ങനെ ദേഷ്യപ്പെടുന്ന കണ്ടിട്ട് അവന്റെ ഉള്ളിൽ ഒരുപാട് പേടി തോന്നുന്നു. സത്യങ്ങളെല്ലാം അവൾ അറിഞ്ഞുവെന്ന്. എന്നാൽ അവൾ പറയുന്നത് താൻ പ്രഗ്നന്റ് ആണെന്നാണ്. ആ ന്യൂസ് കേട്ടതും അവൻ ഒരുപാട് ഹാപ്പിയായി. മാത്രമല്ല ഈ വീടിന്റെ പ്ലാൻ നീ എന്തിനാ എടുക്കാൻ പോയതെന്നൊക്കെ ചോദിച്ചിട്ട് അവൾ വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും പ്രോമിസ് ചെയ്തതല്ലേ, അതിനുള്ള രഹസ്യം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കില്ല എന്ന്. ശരി, ഇനി ഒരിക്കലും ഞാൻ ആ രഹസ്യം കണ്ടെത്താൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ഡോറെല്ലാം തന്നെ അവർ തടി വെച്ച് ക്ലോസ് ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് തങ്ങളുടെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലായിരുന്നു അവർ. അതിനിടയ്ക്ക് തന്നെ അവന്റെ കമ്പനിയുടെ പ്രശ്നങ്ങളും സോൾവ് ആയി. കാരണം എല്ലാവർക്കും മനസ്സിലായിരുന്നു എലൈസിക്ക് ഓൾറെഡി തന്നെ ഇവന്റെ മേലൊരു ക്രഷ് ഉണ്ടെന്ന്. ഇവർ തമ്മിലുള്ള എന്തോ ഒരു വഴക്കിന്റെ പേരിൽ അവളെ തെറ്റായിട്ട് പ്രചരിപ്പിച്ചതാണ് അതെല്ലാമെന്ന്. അതോടെ അവന് തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാനും പറ്റി. അങ്ങനെ അന്ന് രാത്രിയാകട്ടെ ഇവർ തങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള റൂം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചുവരിൽ നിന്നും ഒരു ബുള്ളറ്റ് ഇവർക്ക് കിട്ടുന്നത്. ജോൺ ഇത് കണ്ട് ആകെ ടെൻഷനായി. ഈ വീട്ടില് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അവൻ പറയുന്നുണ്ട് ഞാൻ ഈ ബിൽഡേഴ്സിന്റെ അടുത്ത് നിന്നും ഇതിന്റെ പ്ലാൻ വാങ്ങിക്കാൻ പോയപ്പോൾ അവര് പറഞ്ഞിരുന്നു ഈ എമറ്റിന്റെ വൈഫിനെയും കുട്ടിയെയും രാത്രിക്ക് രാത്രി ഇവിടെ നിന്നും കാണാതായതാണെന്ന്. മിക്കവാറും അയാളുടെ വൈഫിനെയും കുട്ടിയും കൊന്ന് ഈ ബേസ്മെന്റിൽ ഇട്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ ബേസ്മെന്റ് തുറക്കരുതെന്ന് അയാൾ പറയുന്നത്. എന്നാൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നാണ് സാറ പറയുന്നത്. നീ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുകയാണ്. ഒരു വിധത്തിൽ അവനെ സമാധാനിപ്പിക്കുന്നു. പിറ്റേന്നാകട്ടെ സേറ തന്റെ ആ അയൽക്കാരിയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അതിനിടെ അവരിൽ നിന്നും അറിയുന്നുണ്ട് നിങ്ങൾക്ക് മുൻപ് ഇവിടെ താമസിച്ചിരുന്ന വ്യക്തി അയാളുടെ ഭാര്യയുടെ കൂടെ വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഇവിടെ താമസിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഒരു ദിവസം പെട്ടെന്ന് അവരിവിടെ നിന്ന് മൂവായി പോവുകയായിരുന്നു. എന്തോ ഹസ്ബൻഡ് ആൻഡ് വൈഫിനിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് തോന്നുന്നത്. പക്ഷെ നിങ്ങളെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾ എന്തായാലും ഹാപ്പി ആയിട്ട് ഇവിടെ തന്നെ താമസിക്കും. കാരണം നിങ്ങളുടെ ഹസ്ബൻഡിനെ ഞാൻ ഇടയ്ക്ക് മിക്കവാറും കാണാറുള്ളതാ. ജോഗിങ്ങിന് പോകുന്ന സമയത്ത് പുള്ളിക്കാരനെ കാണാറുണ്ട്. ആള് വർക്ക് ഫ്രം ഹോം അല്ലേ. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ സേറയുടെ മനസ്സിൽ ഡൗട്ടുകൾ തോന്നാൻ തുടങ്ങി. താൻ ജോലിക്ക് പോകുന്ന സമയത്ത് ജോൺ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ആ അയൽക്കാരി പറയുന്നുണ്ട് ഏകദേശം 1 മാസത്തോളം നിങ്ങളുടെ ഹസ്ബൻഡിനെ ഞാൻ കാണാറുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീണ്ടും വർക്ക് ഫ്രം ഓഫീസ് ആയെന്ന് തോന്നുന്നു അല്ലേന്ന്. സേറയുടെ മനസ്സിൽ ഒരുപാട് ഡൗട്ടുകൾ വരാൻ തുടങ്ങി. അപ്പോഴാണ് ന്യൂസിൽ കാണുന്നത് കാണാതായ ഒരു സ്ത്രീയുടെ കാറ് ഒരു കാട്ടിൽ നിന്നും കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട്. കൂടുതൽ ന്യൂസുകൾ അവൾ നോക്കുമ്പോൾ അത് എലൈസയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അന്ന് രാത്രി അവൾ ജോണിന്റെ ലാപ്ടോപ്പ് പരിശോധിക്കുന്നതിൽ നിന്നും എലൈസ അവനെതിരെ കൊടുത്ത കംപ്ലൈന്റിനെ പറ്റിയും അവന് സസ്പെൻഷൻ കിട്ടുകയും പിന്നീട് അവൻ തിരിച്ചു കയറിയതിനെ പറ്റിയുള്ള മെയിലുകളെല്ലാം തന്നെ കാണുന്നുണ്ട്. രാത്രിയിൽ ഹാളിൽ നിന്നിരുന്ന ജോണാകട്ടെ അവിടെ ഉണ്ടായിരുന്ന പഴയ സാധനങ്ങളെല്ലാം ഇങ്ങനെ നോക്കുന്നതിനിടയ്ക്ക് ആ വീട്ടിൽ അങ്ങനെ അലങ്കാരമായിട്ട് വെച്ചിരുന്ന ഒരു തോക്കിൽ നിന്നുള്ള ബുള്ളറ്റാണ് തങ്ങൾക്ക് നേരത്തെ കിട്ടിയതെന്ന് അവന് മനസ്സിലായി. ആ വാളിലുണ്ടായിരുന്ന ബുള്ളറ്റ് തന്നെയാണ് ഈ തോക്കിലുള്ളത്. ഈ വീട്ടിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അവൻ സേറയോട് പറയുന്നുണ്ട് നമുക്കിത് പോലീസിൽ ഇൻഫോം ചെയ്യണമെന്ന്. എന്നാൽ സേറ ഒരു രീതിയിലും സമ്മതിക്കുന്നില്ല. നമ്മൾ ഇപ്പോഴാണ് സെറ്റാകാൻ തുടങ്ങിയത്. ആവശ്യമില്ലാതെ പോലീസിനെ ഈ വീട്ടിൽ കയറ്റേണ്ട കാര്യമില്ല. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നതും അവിടെ 2 പോലീസുകാർ വരുന്നു. ജോണിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നു. എലൈസയെ പറ്റിയാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. സേറ ഇതൊന്നും കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവൻ അവരോട് പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഇതിനു മുൻപ് റിലേഷൻഷിപ്പിലായിരുന്നു. എന്നാൽ സേറയുമായിട്ടുള്ള മാരേജിന് ശേഷം എനിക്ക് വലിയ റിലേഷൻഷിപ്പ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എന്റെ മേലുള്ള ദേഷ്യം കൊണ്ടാണ് അവൾ എനിക്കെതിരെ തെറ്റായ കംപ്ലൈന്റ് കൊടുത്തത്. അന്ന് അവർ നേരിട്ട് കണ്ടതിനെ പറ്റിയെല്ലാം തന്നെ അവർ ചോദിക്കുന്നു. അന്ന് ഞങ്ങൾ പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയാണ് നേരിട്ട് കണ്ടത്. അതിനുശേഷം അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അവളെ കാണാതായ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ
നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ജോണിനോട് അവർ ചോദിക്കുമ്പോൾ പെട്ടെന്ന് സേറ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ജോൺ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന്. ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയുള്ള റൂം റെഡിയാക്കിയായിരുന്നു. അത് കാരണം പിന്നെ പോലീസുകാർക്ക് ഡൗട്ടും തോന്നിയില്ല. അവർ അവിടെ നിന്നും ചോദ്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് പോവുകയാണ്. എന്നാൽ മനഃപൂർവ്വം ജോണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ കള്ളം പറഞ്ഞതാണ്. എന്നിട്ട് അവൾ ജോണിനോട് പറയുന്നുണ്ട് നീയും സേറയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന്. അന്ന് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജാസ്മിൻ ഫ്ലവർ കൊണ്ടുവന്നില്ലേ, കാരണം നമ്മുടെ എൻഗേജ്മെന്റ് പാർട്ടിയുടെ അന്ന് നിന്റെ അടുത്ത് നിന്നും നല്ല ജാസ്മിൻ ഫ്ലവറിന്റെ വാസന ഉണ്ടായിരുന്നു. സ്ത്രീകൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ വാസനയായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അന്ന് തന്നെ നിനക്ക് അവളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. പക്ഷെ ഞാൻ അതൊന്നും വലിയ കാര്യമാക്കി എടുത്തില്ല. മാത്രമല്ല അന്ന് എനിക്ക് ആ പെയിൻ വന്ന സമയത്ത് ഞാൻ നിന്നെ വിളിച്ച സമയത്തും നീ എലീസയുടെ കൂടെ തന്നെയായിരുന്നു. എലീസയുടെ ഈ മിസ്സിങ്ങിന് പിന്നിൽ നീയാണെന്ന് എനിക്ക് ഉറപ്പാണ്. നീ മിക്കവാറും അവളെ കൊന്നിട്ടുണ്ടാകും. എന്താണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ പോലീസുകാരോട് കള്ളം പറഞ്ഞത്. കാരണം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോട് എനിക്ക് പറയാൻ വയ്യ നിന്റെ അച്ഛൻ ജയിലിലാണെന്ന്. എന്നാൽ എലീസ എവിടെ പോയെന്ന് തനിക്ക് അറിയില്ല എന്ന് ജോൺ പറഞ്ഞിട്ടും അവൾ അതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. അന്ന് രാത്രി മുഴുവൻ ആലോചിച്ചുകൊണ്ടിരുന്ന ജോണിന് തോന്നുന്നുണ്ട് ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് തന്റെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങളെന്ന്. അതിന്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. അതറിയാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ തൊട്ടു മുൻപ് താമസിച്ചിരുന്നത് ആരാണെന്ന് അയാൾ കണ്ടെത്തുന്നു. എന്നിട്ട് അയാളെ കാണാൻ പോകുന്നു. അയാൾ ശരിക്കും ഞെട്ടിപ്പോയി. അന്ന് രാത്രി ഈ വീട് കത്തിക്കുമെന്ന് പറഞ്ഞു വന്നില്ലേ, അയാളായിരുന്നു അത്. ആ വീടിനെ പറ്റിയുള്ള കാര്യങ്ങൾ അയാൾ പറയുകയാണ്. ഇതിനു മുൻപ് ഒരുപാട് പേര് ഇവിടെ താമസിക്കാൻ വന്നിട്ടുണ്ട്. പലർക്കും ഇതുപോലെ എമറ്റ് ഈ വീട് ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. ഞങ്ങൾക്കും ഇത് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. കാരണം ഇത്രയും വലിയൊരു മാൻഷനിലൊക്കെ താമസിക്കുമ്പോൾ എനിക്ക് അതിന്റെ അഹങ്കാരം വരാൻ തുടങ്ങി. ഞാൻ ചെറുതായിട്ടൊന്ന് മദ്യപിച്ച് തുടങ്ങിയതാ. പിന്നീട് എനിക്ക് നിർത്താൻ പറ്റിയില്ല. അമിതമായി കുടിച്ചു എന്റെ ഭാര്യയുമായിട്ട് ഞാൻ വഴക്കിട്ടു. ഒടുവിൽ അവൾ എന്നെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഞാൻ എത്രയൊക്കെ നോക്കിയിട്ടും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ വീട് കാരണമാണ് എന്റെ ജീവിതം തന്നെ നശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നും തിരിച്ചു പോരുന്നത്. നിങ്ങൾ ആ ബേസ്മെന്റിലെ ഡോർ ഓപ്പൺ ചെയ്തിട്ടാണോ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാനത് ഓപ്പൺ ചെയ്തില്ല. അത് ഓപ്പൺ ചെയ്ത് അതിനുള്ള രഹസ്യം കണ്ടെത്തണമായിരുന്നു. അതായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. എമറ്റ് അയാളുടെ വൈഫിനെയും കുഞ്ഞിനെ അതിൽ കൊന്നിട്ടിരിക്കുകയാണോ എന്ന് ജോൺ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഒരിക്കലും ആയിരിക്കില്ല. പ്രശ്നം എമറ്റിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളാണ് അവിടുത്തെ പ്രശ്നക്കാര്. ആ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ മാറും. ശരിക്കും ആ ബേസ്മെന്റിൽ എന്താണെന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം കേട്ട് ജോൺ ആകട്ടെ പെട്ടെന്ന് തന്നെ ആ ബേസ്മെന്റ് ഡോർ ഓപ്പൺ ആക്കി അതിനുള്ള എന്താണെന്ന് കണ്ടെത്തണമെന്ന് തീരുമാനിക്കുകയാണ്. എന്നാൽ വീട്ടിൽ ചെന്ന് സേറയോട് അവൻ ഈ കാര്യങ്ങൾ പറയുന്നു. സേറ പറയുന്നുണ്ട് അതൊന്നും ചെയ്യേണ്ടെന്ന്. എന്നാൽ നമുക്ക് ഈ വീട് വിട്ട് തന്നെ പോകാമെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ അവൾ ഒരു രീതിയിൽ സമ്മതിക്കുന്നില്ല. ആ ബുള്ളറ്റ് ഇടുന്ന ഹോളെല്ലാം തന്നെ അവൾ അടച്ചു. ഇതെല്ലാം തന്നെ ഞാൻ റെഡിയാക്കി എടുക്കുമെന്ന് അവൾ പറയുന്നുണ്ട്. നീ ഇങ്ങനെയെല്ലാം റെഡിയാക്കി എടുത്തിട്ട് കാര്യമില്ല. ഈ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാവും. ഒരു രീതിയിൽ അവൾ സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ ആ ഡോർ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. എന്നാൽ ഒരുപാട് തവണ അവൾ തടഞ്ഞിട്ടും അവനത് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്ന കണ്ടിട്ട് അവസാനം അവന്റെ തലക്കടിച്ച് അവൾ ബോധം കെടുത്തുന്നു. എന്നിട്ട് ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുവരികയാണ്. അവന് ബോധം വന്നതും അവൾ ആ കുട്ടി ഫോൺ എടുത്ത് മുൻപിലേക്ക് വെച്ചു. അത് എലീസയുടെ ഫോണായിരുന്നു. ഇനി അവള് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അന്ന് എലീസ വീട്ടിലേക്ക് വന്ന സമയത്ത് തങ്ങളുടെ മുകളിലത്തെ നിലയിൽ വെച്ച് എലീസയെ അവൾ കണ്ടിരുന്നു. ഡോർ തുറന്നു കിടക്കുന്ന കണ്ട് ആരോ വീട്ടിൽ അതിക്രമിച്ചു കടന്നു പേടിച്ച് അവൾ തോക്ക് കൊടുത്തുകൊണ്ടാണ് വന്നത്. എലീസ തന്റെ പ്രഗ്നൻസി കിറ്റുമായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് അവൾക്ക് ദേഷ്യം വന്നു. ഇതിനൊന്നും ഉടമ നീയല്ലെന്നും ഈ വീട്ടിൽ താമസിക്കേണ്ടത് ഞാനാണെന്നും എലീസ പറഞ്ഞു. ആ ഒരു വാക്കുതർക്കത്തിനിടയിൽ ദേഷ്യം വന്ന സേറയാകട്ടെ അവളെ ഷൂട്ട് ചെയ്തു. ആദ്യം ഒരു ബുള്ളറ്റ് ആ ഭിത്തിയിലേക്ക് പോയി തറച്ചു. ഇതാണ് നേരത്തെ ജോൺ കണ്ട ആ ബുള്ളറ്റ്. രണ്ടാമത് അവളുടെ വയറ്റിലും ഒരു ബുള്ളറ്റ് കൊണ്ടു. ആദ്യം അവളെ രക്ഷിക്കാൻ സേറ ശ്രമിച്ചെങ്കിലും പിന്നീട് സേറയ്ക്ക് തോന്നി അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നല്ല ജീവിതം തന്നെ ഇല്ലാതാകുമെന്ന്. നമ്മൾ സ്വപ്നം കണ്ട ജീവിതത്തിന് ഒരു പ്രശ്നവും വരാൻ പാടില്ല. അതുകൊണ്ട് കഴുത്ത് ഞെരിച്ച് അവൾ എലീസയെ കൊല്ലുന്നു. എന്നിട്ട് ആ ഡെഡ് ബോഡി ഒരു കവറിൽ കെട്ടി ആ ബേസ്മെന്റിലേക്ക് തുറക്കുന്ന വീടിനുള്ളിൽ നിന്നുള്ള ഡോർ തുറന്ന് അതിനുള്ളിലേക്ക് കയറ്റി വെച്ചു. അതെല്ലാം ചെയ്തിട്ട് അവളുടെ കാറും എടുത്ത് മറ്റൊരിടത്ത് കൊണ്ടിടാൻ പോവുകയായിരുന്നു. ഈ സമയത്താണ് ജോൺ അത് എലീസയാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ ഫോളോ ചെയ്തത്. എന്നിട്ട് അവളുടെ ഫോണിൽ നിന്നും സിം ഊരി ഞാൻ അവിടെ കളയുകയും ചെയ്തു. അപ്പോൾ ധരിച്ച വസ്ത്രങ്ങളെല്ലാം തന്നെ കത്തിച്ചും കളഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ട് ജോൺ പറയുന്നുണ്ട് ഈ പ്രശ്നം ഇങ്ങനെ കൈകാര്യം ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് പോലീസിൽ അറിയിക്കാം. നിനക്ക് നല്ലൊരു ലോയറിനെയാണ് ആവശ്യം. എന്നാൽ സേറ വഴക്കുണ്ടാക്കുന്നു. നീ ഈ കാര്യങ്ങൾ പുറത്ത് പറയാൻ നിന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ ജീവിതത്തെ തന്നെ ബാധിക്കും. അങ്ങനെ പോലീസ് കേസ് ആക്കുകയാണെങ്കിൽ ഇതെല്ലാം നിന്റെ തലയിലാണ് വരാൻ പോകുന്നത്. മറ്റുള്ളവരുടെ കണ്ണിൽ എനിക്ക് എലീസയെ അറിയില്ല. നീയും അവളും തമ്മിലായിരുന്നു റിലേഷൻഷിപ്പ്. നിങ്ങൾക്കിടയിലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തെളിവുകളെല്ലാം തന്നെ നിനക്കെതിരാകും. ഞാനും സാക്ഷി പറയും. അങ്ങനെ അവൾ ജോണിനെ പേടിപ്പിക്കുന്നു. നിന്റെ മുൻപിൽ രണ്ട് വഴിയുണ്ട്. ഒന്നുകിൽ നീ എന്റെ കൂടെ നിൽക്കണം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്ത് നീ മാത്രം ജയിലിൽ പോകേണ്ടി വരും. വേറെ വഴിയില്ലാതെ സേറയുടെ കൂടെ നിൽക്കാൻ ജോൺ തീരുമാനിക്കുകയാണ്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ട് അവർ അവിടെ ഒരു പാർട്ടി നടത്തുകയായിരുന്നു. ആ പാർട്ടിയിൽ സേറ ഒരുപാട് ഹാപ്പിയാണ്. എന്നാൽ ജോണിന്റെ മനസ്സിൽ അപ്പോഴും ഒരുപാട് ടെൻഷൻ ആയിരുന്നു. അവന്റെ മുഖത്ത് ഒട്ടും തന്നെ സന്തോഷമുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവർക്കൊരു ഗിഫ്റ്റ് ബോക്സ് വരുന്നു. അത് അയച്ചത് എമറ്റ് ആയിരുന്നു. അതിലൊരു താക്കോലുണ്ട്, കൂടെ ഒരു നോട്ടും. ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾ ആ ബേസ്മെന്റിലെ ഡോർ ഓപ്പൺ ചെയ്തില്ല. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ നിബന്ധന പാലിച്ചതുകൊണ്ട് ഈ വീട് നിങ്ങൾക്ക് തന്നെ വിട്ടിട്ട് ഞാൻ പോവുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ബേസ്മെന്റ് ഇനി തുറന്നു നോക്കാം. അതിലെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താം. എന്നാൽ അവർക്കിനി അതിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം എമറ്റിന്റെ രഹസ്യം എന്താണെങ്കിലും ശരി, അതിന്റെ കൂടെ ഇപ്പോൾ അവരുടെ രഹസ്യം ആ ബേസ്മെന്റിനുള്ളിൽ തന്നെയാണ്. എലീസയുടെ ബോഡി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഇനി മറ്റാരും തന്നെ ആ ഒരു ബേസ്മെന്റിന്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ അവർ പോലും സമ്മതിക്കില്ല.
അതുകൊണ്ട് ആ താക്കോൽ അവിടെ തന്നെ ഇട്ടിട്ട് അവരവരുടെ പാർട്ടിയിലേക്ക് കടന്നു. ഇതോടുകൂടി ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും മറക്കണ്ട.